ഇൻഡോ അമേരിക്കൻ താരിഫ് വിഷയത്തിൽ മോദി ഭക്തരായ പലരും ഇന്ത്യയുടെ ഭാഗം വളരെ ശരിയാണ് എന്ന് ന്യായീകരിച്ചുകൊണ്ട് ചില വിവരണങ്ങൾ നൽകുമ്പോൾ വസ്തുതകൾ അതല്ല എന്ന് ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നോക്കൂ, ഇൻഡോ അമേരിക്കൻ കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഇന്ത്യൻ രൂപയുടെ വിലയിൽ സംഭവിച്ച കൂടുതൽ തകർച്ച തന്നെ ഈ കരാർ ഏകപക്ഷീയമായി അമേരിക്കയ്ക്ക് സഹായകരമാകും എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. അതിനേക്കാൾ ഗൗരവതരമായ ഒരു വിഷയം, രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് രാജ്യത്തിൻ്റെയും അധിപന്മാർ ഒരു പൊതു ചടങ്ങിൽ നിന്നുകൊണ്ട്, ഒരു പൊതുവേദിയിൽ നിന്നുകൊണ്ട് പരസ്പര സഹകരണത്തോടെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നതെങ്കിൽ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് നമുക്കറിയാം. ഒരു ബോസ് ഒരിടത്ത് നിന്ന് കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നു, അനുസരണശീലമുള്ള മറ്റൊരു ആൾ ആ ബോസിന്റെ തീരുമാനത്തെ മണിക്കൂറുകൾക്ക് ശേഷം അംഗീകരിക്കുന്ന തരത്തിലേക്കായിരുന്നു ഈ പറയുന്ന കരാറിലേക്ക് വ്യക്തിപരമായി അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും എത്തിച്ചേർന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നോക്കൂ, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ 18% താരിഫുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഏകദേശം തീരുമാനിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബംഗ്ലാദേശ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുമായി ഉണ്ടാക്കിയ കരാറിൽ 20% താരിഫാണ് അമേരിക്ക തീരുമാനിച്ചത്. എന്നാൽ അമേരിക്കയിലേക്കുള്ള ഈ രാജ്യങ്ങളുടെ കയറ്റുമതിയിൽ 20% താരിഫ് ഏർപ്പെടുത്തുമ്പോൾ അമേരിക്കയിൽ നിന്ന് ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്കുള്ള ഇറക്കുമതിക്കും സമാനമായ താരിഫ് ഏർപ്പെടുത്തുവാൻ ആ രാജ്യങ്ങൾ വിജയിച്ചു. നോക്കൂ, ഇംഗ്ലണ്ട് അമേരിക്കയുമായി ഏറ്റവും കുറവ് താരിഫ് ഏർപ്പെടുത്തിയ രാജ്യമാണ് ഇംഗ്ലണ്ട്. ആ തരത്തിൽ ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലുള്ള കച്ചവടം കൂടുതൽ സൗഹൃദപരമായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് വിഭവങ്ങൾ അമേരിക്ക ഇറക്കുമതി ചെയ്യുമ്പോൾ 10% താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തിരിച്ചും അതേ താരിഫാണ് ഏർപ്പെടുത്താൻ ഇംഗ്ലണ്ടിന് അവസരമുണ്ടായത്. ഇത് പാകിസ്ഥാനും വിയറ്റ്നാമിനും ഇന്തോനേഷ്യക്കും ഒക്കെ ബാധകമാണ് നമ്മൾ അറിയണം. അവിടെയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു താരിഫ് സംവാദത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള വിഭവങ്ങൾക്ക് അമേരിക്കയിൽ 18% താരിഫ് ഏർപ്പെടുത്തുമ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള വിഭവങ്ങൾക്ക് 0% എന്ന് പറഞ്ഞാൽ താരിഫ് രഹിതമായി അമേരിക്കയിൽ നിന്ന് വിഭവങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ അവസരമുണ്ടാകുന്ന ഏകപക്ഷീയമായ തീരുമാനം. ഇന്ത്യ ഒരു സാമന്ത രാജ്യമായി അമേരിക്കയുടെ മുന്നിൽ കീഴടങ്ങുന്നതെന്ന് പരിപൂർണമായും തെളിയിക്കുന്ന തരത്തിലാണ് ഈ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുമപ്പുറമാണ് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ച ക്രൂഡ് ഓയിൽ ഇന്ത്യ എവിടെ നിന്ന് വാങ്ങണം എന്ന കാര്യത്തിൽ നിങ്ങൾ വാങ്ങേണ്ടത് ഞങ്ങൾ പറയുന്ന രാജ്യത്തു നിന്നായിരിക്കണം, വെനിസ്വേലയിൽ നിന്നായിരിക്കണമെന്ന് അമേരിക്ക തീരുമാനിക്കുന്നു. റഷ്യയിൽ നിന്ന് കഴിഞ്ഞ 3 വർഷമായി ഇന്ത്യ അധികമായി ക്രൂഡ് ഓയിലുകൾ ഇറക്കുമതി ചെയ്തത് വഴി യഥാർത്ഥത്തിൽ അതിന്റെ ഗുണം ലഭിച്ചത് ഇന്ത്യയിലെ കുത്തക കമ്പനികൾക്കാണെങ്കിൽ പോലും രാജ്യത്തിന്റെ രൂപയുടെ വില ഇടിയാതെ നിലനിർത്താൻ ആ ഇറക്കുമതി നമ്മുടെ രാജ്യത്തിന് സഹായകരമായിരുന്നു. ഇവിടെ അമേരിക്ക തീരുമാനിക്കുന്ന വിലയ്ക്ക് അമേരിക്ക പറയുന്ന രാജ്യത്തു നിന്നും ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യണം എന്ന് അമേരിക്ക തീരുമാനിക്കുമ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള താരിഫ് തീരുമാനത്തിൽ അമേരിക്കൻ വിഭവങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഒരു താരിഫും ഇന്ത്യ ഏർപ്പെടുത്താൻ പാടില്ല എന്ന് തീരുമാനിക്കുമ്പോൾ ഇന്ത്യ എന്ന പരമാധികാര രാജ്യം ഒരു സാമന്ത രാജ്യമായി കീഴ്പ്പെടുമോ എന്നുള്ള ഉത്കണ്ഠയാണ് ഏതൊരു ഇന്ത്യക്കാരനെയും വേവലാതിപ്പെടുത്തുന്നത്.